ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കുക്കീസാണ് ഉണ്ടാക്കുന്നത്. അതെ, ഇത് കണ്ടോ, നമ്മൾ ഗോതമ്പ് പൊടി യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് കാരണം എൻ്റെ പ്രധാനപ്പെട്ട ആളെ കാണിച്ചു തരാം. അത് നമ്മുടെ പീനട്ട് ബട്ടറാണ്. ഇത് ഉണ്ടാക്കാനിപ്പോൾ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പീനട്ട് ബട്ടർ കിട്ടിയത് കൊണ്ടാണ്. ഇത് ഞങ്ങൾക്ക് കൊണ്ടുതന്നത് ഞങ്ങളെ ഒരു ക്ലോസ് ഫ്രണ്ട്സിൻ്റെ പേരൻസാണ്. അവർ കാനഡയിൽ നിന്ന് വരുമ്പം ഞങ്ങൾക്ക് കുറേ സ്വീറ്റ്സും ഈ പീനട്ട് ബട്ടറൊക്കെ കൊണ്ടു തന്നു. അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ ആലോചിച്ചപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു പീനട്ട് കുക്കീസ് ഉണ്ടാക്കാം. പീനട്ട് വളരെ നല്ല സാധനമാണല്ലോ, നമ്മളെ ഹെൽത്തിനൊക്കെ വളരെ നല്ല സാധനമാണ്. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ഇന്ന് കൊണ്ടു തന്ന ആ അങ്കിളിനും ആൻറ്റിക്കും ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ പീനട്ട് ബട്ടർ കുക്കീസ് ഉണ്ടാക്കുന്നത്. അങ്കിൾ ആൻഡ് ആൻറ്റി, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിത് പറഞ്ഞു തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് ഈ വീറ്റ് പൗഡറാണ്. നമ്മളെന്ന് വെച്ചാൽ ഒരു ഹെൽത്തി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഗോതമ്പ് പൊടി തന്നെ എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇടാണ് കേട്ടോ. നമുക്ക് മിക്സ് ചെയ്യാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കുക്കീസാണ്. അപ്പോൾ ഇത് ഗോതമ്പ് പൊടി ചേർക്കുന്നത് കൊണ്ട് ഞാനൊരു ടേബിൾ സ്പൂൺ മൈദ, അതിൻ്റെ ഒരു പെർഫെക്ഷൻ വന്നോട്ടെ എന്ന് വെച്ചിട്ട് മൈദ ഒരു ടേബിൾ സ്പൂൺ മാത്രം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ പഞ്ചസാര പൊടിച്ചതാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂണാണ്. ഇവിടെ പഞ്ചസാരേൻ്റെ അളവ് എപ്പോഴും കുറവാണ്. ഇത് വേണമെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ എടുക്കാം കേട്ടോ, മധുരം ഒന്ന് നന്നായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് കുറവ് മധുരമേ ഉണ്ടാവുകയുള്ളൂ. ഞാൻ ആ പൊടിയും കൂടെ ചേർക്കുകയാണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയാണ്. ഉപ്പൊന്ന് കുറച്ച് മതി, ഒരു നുള്ള ഉപ്പ് കേട്ടോ. പിന്നെ നമ്മൾ നെയ്യ് കുറച്ച് ചേർക്കുകയാണ്. അതൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം, വളരെ കുറച്ച് മതി അതൊക്കെ കേട്ടോ. പിന്നെ നമ്മൾ മെയിൻ ആള് നമ്മുടെ ഈ പീനട്ട് ബട്ടർ ചേർക്കുകയാണ്. അത് ഞാനിത് ഇത്രയൊക്കെ ചേർക്കുന്നുണ്ട്. നമുക്ക് ഒന്നിതിങ്ങനെ സോഫ്റ്റാക്കി കുഴച്ചെടുക്കണം. ഒരിത്തിരിയും കൂടെ ചേർക്കാം കേട്ടോ. നമുക്കൊന്ന് കുഴച്ച് തുടങ്ങാം. ഇതിനെ ഒന്ന് നന്നായി ഒന്ന് സ്മൂത്താക്കിയിട്ട് കുഴച്ചെടുക്കട്ടെ കേട്ടോ. എല്ലാം കൂടെ കൂട്ടി അങ്ങോട്ട് വളരെ ഹാർഡായിട്ടൊന്നും ഇങ്ങനെ ചപ്പാത്തിക്ക് കുഴക്കണ മാതിരിയൊന്നും കുഴക്കണ്ട, വളരെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇതൊക്കെ മാവൊക്കെ അങ്ങോട്ട് കുഴച്ചെടുത്തു കേട്ടോ. നല്ല സ്മൂത്ത് പരുവത്തിലേക്കാക്കി. വേണമെങ്കിൽ കുറച്ചും കൂടെയൊക്കെ പീനട്ട് ബട്ടറൊക്കെ ചേർത്തിട്ട് ചെയ്യാം. അതിനനുസരിച്ച് ഇതൊന്ന് സ്മൂത്ത് ഇങ്ങനെ ഒരു ഇതായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. വളരെ മെല്ലെ കുഴച്ചാൽ മതി, ഭയങ്കര ശക്തിയൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം എന്നിട്ട് നമ്മളിപ്പോൾ ഒരു പാത്രം എടുത്തു, ഓവനിലാണല്ലോ വയ്ക്കുന്നത്. അപ്പം അതിന് നെയ്യൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ കയ്യിലേക്ക് കുറച്ചും കൂടെ നെയ്യൊന്നിങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ എടുക്കണം. ചെറിയ ഒരു ഇതായിട്ട് നമ്മളെ ഒരു നെല്ലിക്ക വലിപ്പം അങ്ങനെയൊക്കെ മതി, വളരെ ചെറുതായിട്ട് എടുത്തു. എന്നിട്ട് ഈ കയ്യിൽ ഇത് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ടൊന്നിങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഫോർക്ക് എടുത്തിട്ട്, അല്ലെങ്കിൽ കൈ കൊണ്ട് കുഴിച്ചു കൊടുക്കുക. അങ്ങനെ എന്താ നിങ്ങൾക്ക് തോന്നണമെന്ന് വെച്ചാൽ ചെയ്യാം. എനിക്കിപ്പോൾ ഇങ്ങനെ തോന്നി, ഞാൻ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇതിലേക്ക് കുറച്ചൊന്നും അതിങ്ങനെ വലുതായി വരും. അപ്പോൾ അതിനുള്ളൊരു സ്പേസ് കാണണം. അടുത്തത് വയ്ക്കുമ്പോൾ കുറച്ച് സ്പേസ് ഇടയിൽ കൊടുക്കണം. അതായത് ഒന്നത് ഇങ്ങനെ ഒന്ന് ഇതായി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് നന്നായി ഒന്ന് ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. ഒന്ന് ഈ കൈ കൊണ്ട് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുക. എന്നിട്ട് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം ഒന്ന് ഞാൻ വെക്കട്ടെ. ഇത് 2 പ്രാവശ്യം വെക്കാനുണ്ടാവും. ഇത് ചെറിയ പാത്രമാണല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഇതിൽ കൊള്ളുന്ന അത്രയൊന്ന് ഞാൻ വെച്ചിട്ട് ബാക്കി പറയാം കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്തപ്പോൾ ഞാനിതിൽ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഇതെടുത്തിട്ട് ചെയ്യാം. ഇതൊരു പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 10-12 മിനിറ്റോളം, 10 തൊട്ട് 12 മിനിറ്റ് 180 ഡിഗ്രിയിൽ വെച്ചാൽ മതി, ആയി കിട്ടും. അത്രേ ഇതിനൊക്കെ വേവുള്ളൂ. അപ്പോൾ ഞാനിത് ഓവനിൽ വെച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ.
അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ സെറ്റ് വീറ്റ് കൊണ്ടുള്ള പീനട്ട് ബട്ടർ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. എനിക്കൊരു 12 മിനിറ്റാണ് വെക്കേണ്ടി വന്നത് കേട്ടോ. ആ ടൈമൊക്കെ ഓരോ ഓവൻ അനുസരിച്ച് വ്യത്യാസം വരും. ഓരോ ഓവന് ഓരോ ചൂടുണ്ടാവുമല്ലോ, നമുക്കത് അറിയുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ആ ടൈം വ്യത്യാസപ്പെടുത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുക്കീസാണിത്. പീനട്ട് ബട്ടർ നമ്മളെ കൈവശം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ ഗോതമ്പ് പൊടിയാണല്ലോ യൂസ് ചെയ്തത്, അതുകൊണ്ട് ഹെൽത്തിലും വലിയ ദോഷമില്ല. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ മധുരം ഒന്ന് കൂട്ടിയെടുത്ത് ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ ഏറ്റവും ലളിതമായ ഈ പീനട്ട് ബട്ടർ വീറ്റ് കുക്കീസ് ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് ഇത് എങ്ങനെയുണ്ട് എന്നൊന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ. ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.